വയനാട് കാസർഗോഡ് മെഡിക്കൽ കോളേജുകൾക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അനുമതി 50 വീതം MBBS സീറ്റുകൾക്കാണ് അനുമതി നൽകിയത്. ഇരു ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്നുള്ളത് ഇരു ജില്ലകളിലെയും ആളുകളുടെ എത്രയോ നാളുകളായിട്ടുള്ള ആവശ്യമായിരുന്നു, നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹമായിരുന്നു. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അറിയിപ്പ് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് നമുക്ക് ഔദ്യോഗികമായിട്ട് ലഭിച്ചു. 2 ജില്ലകളിലും മെഡിക്കൽ കോളേജുകളിൽ ഈ വർഷം തന്നെ MBBS പഠനം നമുക്ക് ആരംഭിക്കാൻ കഴിയും. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു നേട്ടമാണ്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി PR പ്രവീണയാണ് ചേരുന്നത്. പ്രവീണ, സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലേക്കും മെഡിക്കൽ കോളേജ് എത്തുന്നു. ഏറെ ആശ്വാസകരമായിട്ടുള്ള നേട്ടം. തീരുമാനം എന്താണ് ഇക്കാര്യത്തിൽ ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നത്? കാസർഗോഡ് മെഡിക്കൽ കോളേജുകൾക്കാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അനുമതി ലഭിച്ചാൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനാവും, മെഡിക്കൽ പഠനം തുടങ്ങാനാകും. 50 വീതം സീറ്റുകൾക്കാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്. ഈ വർഷം തന്നെ പ്രവേശന നടപടികൾ തുടങ്ങാനാണ് തീരുമാനം. നേരത്തെ തന്നെ, അതായത് UDF സർക്കാരിന്റെ കാലം മുതൽ തുടങ്ങിയ പദ്ധതിക്കാണ് ഇപ്പോൾ പൂർണ്ണത വന്നിരിക്കുന്നത്. ഇനിയും കടമ്പകൾ ഏറെയുണ്ട്. കാരണം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഇനിയും നടത്താനുണ്ട്. പ്രാഥമികമായി 1-ാം വർഷ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുമ്പോൾ നടത്തേണ്ട അധ്യാപകർ, അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഇവ ഉറപ്പാക്കിയാണ് ഇപ്പോൾ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അനുമതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ വർഷം തന്നെ പ്രവേശനം നടത്താനുള്ള നടപടികളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അധ്യാപക തസ്തികകൾ, അതുപോലെ തന്നെ അനധ്യാപകരുടെ തസ്തികകൾ, ഇതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇടത് സർക്കാർ ഈ പദ്ധതിയിലേക്ക് പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നത്. ശരി പ്രവീണ, വയനാട് കാസർഗോഡ് മെഡിക്കൽ കോളേജുകൾക്കാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അനുമതി വന്നിരിക്കുന്നത്.